ഹായ് ഗൈസ്, ദിസ് ബുക്ക് ഈസ് എ മസ്റ്റ് റീഡ്. നിങ്ങൾ സ്ഥിരമായിട്ട് ബുക്ക് വായിക്കുന്ന ഒരു പുസ്തകപ്രേമിയാണെങ്കിൽ നിങ്ങൾക്കിത് മറിച്ചുകൊണ്ട് പോവാം, സ്ക്രോൾ ചെയ്ത് പോവാം. എന്നാൽ എന്നെപ്പോലെ വല്ലപ്പോഴും ബുക്കൊക്കെ വായിക്കുന്ന ഒരാണെങ്കിൽ ഇതൊരു മസ്റ്റ് റീഡ് ആയിട്ടുള്ള ബുക്കാണ്. എല്ലാവരും കേട്ട് താഴ്മിച്ചിട്ടുള്ള പുസ്തകമാണ് ഡാവിഞ്ചി കോഡ് ബൈ ഡാൻ ബ്രൗൺ. ഈ ഡാൻ ബ്രൗണിൻ്റെ ഈ ബുക്കിന് വേണ്ടി ഞാൻ ഒരുപാട് കാലമായിട്ട് തപ്പി നടക്കുന്ന അവസാനം ഇപ്പോൾ അടുത്താണ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത്. അത് വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഭയങ്കരമായിരുന്നു. സോ ഈ ബുക്കിൻ്റെ ഒരു തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോബർട്ട് ലാങ്ടൺ എന്ന് പറയുന്ന സിമ്പിൾസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ലാങ്ടൺ. ഇവർ പാരീസിലൊരു ലെക്ചറിന് വേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങൾ പാരീസിലെ ലൂർ മ്യൂസിയത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വലിയൊരു മ്യൂസിയമാണ്. അപ്പോൾ അവിടുത്തെ ക്യൂറേറ്റർ ആയിട്ടുള്ള റാക്സ് സൊനിയർ എന്ന് പറയുന്ന ഒരാൾ, ക്യൂറേറ്റർ മരിച്ചു എന്ന് ഇയാൾക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണ്. പോലീസിൻ്റെ സഹായത്തോടെ ഇയാൾ അങ്ങോട്ട് എത്തുകയാണ് ആ മ്യൂസിയത്തിനകത്തേക്ക്. അപ്പോൾ മ്യൂസിയത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചതിൻ്റെ തൊട്ടടുത്തായിട്ട് സംതിങ് ഹി ഹാസ് റിട്ടൺ ദർ. സോ ആ കോഡ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ പുസ്തകം മൊത്തം. ഈ റാക്സ് സൊനിയർ എന്ന് പറയുന്ന വ്യക്തി സിയോനിലെ പ്രയറി എന്ന് പറയുന്നൊരു സംഘടനയിലെ അംഗമായിരുന്നു. സിയോനിലെ പ്രയറി എന്ന് പറയുന്നത് ആക്ച്വലി ഉള്ള ഒരു സംഘടനയാണ് കേട്ടോ. പല ലൈബ്രറീസിലും ഇപ്പോഴും അതിൻ്റെ രേഖകളൊക്കെ കാണുന്നുണ്ട്. ഐസക് ന്യൂട്ടൺ, ബോട്ടിസെല്ലി, ഡാവിഞ്ചി, ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ ഉള്ളൊരു സംഘടനയാണത്. അതുപോലെ തന്നെ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ സോഫി നെവെ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോളജിസ്റ്റ്. സോ ഈ ഒരു ഹോൾ ബുക്ക് എന്ന് പറയുന്നത് ആ കോഡ് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സിയോനിലെ പ്രയറികൾ ഒരു വലിയ രഹസ്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആ രഹസ്യം എന്താണെന്ന് കൃത്യസമയത്തിലുള്ളവർക്ക്, ചുരുങ്ങിയ സമയത്തിലുള്ളവർ കണ്ടെത്തണം. അത് കണ്ടെത്തിയില്ലെങ്കിൽ ആ രഹസ്യം എന്നേക്കുമായിട്ട് നഷ്ടമാവും. സോ അത് കണ്ടെത്തുന്ന ആ ഒരു ത്രൂ ഔട്ട് ആ ജേണി, അതിലൂടെ നമുക്ക് പല പുതിയ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ബുക്ക്. ഇപ്പോൾ ഡാവിഞ്ചിയുടെ പല പെയിൻറ്റിങ്സിലൊക്കെ നമ്മളിതുവരെ കാണാത്ത പല കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ എല്ലാവരും മസ്റ്റ് റീഡായിട്ട് അത് എടുക്കേണ്ട ഒരു ബുക്കാണ് ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ തോന്നിയിട്ടേക്ക് ഞങ്ങൾക്ക് എന്നേ വിട്ടതാണ്. നിങ്ങൾക്കുള്ളതല്ല ഇത്. പുസ്തകങ്ങളൊന്നും അധികം വായിക്കാത്ത ആളുകൾക്ക്, എന്നെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.